അപ്പോസ്തലപ്രവൃത്തി 26:19. ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. അനുസരണത്തിന് അടിക്കൊന്ന് വരച്ചാൽ അനുഗ്രഹിക്കപ്പെടും. അനുസരണങ്ങൾ പലതുണ്ട്. വിശ്വാസത്തിന് അനുസരണമുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് വിശ്വാസത്തിന് അനുസരണം വരുത്തിയതുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നത് അത് ആത്മാവിൻ്റെ അനുസരണമാണെന്ന്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനം എഴുതിയെങ്കിൽ 11-ാം അധ്യായത്തിൽ പറയുന്നത് അതുവരെ കാണാത്തവയെക്കുറിച്ച് നോഹ കേട്ടിട്ട് അനുസരിച്ചെന്ന്. അതുവരെ കാണാത്തവ എന്താണ്? അതുവരെയും മഴ കണ്ടിട്ടില്ല. ഈ വെള്ളം ഇങ്ങനെ ആകാശത്തുനിന്ന് പെയ്തിറങ്ങുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. അതുവരെയും ഈ ഭൂമിയിൽ നനച്ചിരുന്നത് മഞ്ഞ് പെയ്തിറങ്ങിയാണ് ഭൂമി നനയ്ക്കപ്പെട്ടത്. പക്ഷേ ദൈവം നൽകിയ വാഗ്ദത്തത്തെ, അരുളപ്പാടിനെ നോഹ അനുസരിച്ച് ആരും ചെയ്യാത്ത ഒരു വലിയ പ്രവൃത്തി നോഹ ചെയ്തു. തൻ്റെ രക്ഷയ്ക്ക് ഒരു പെട്ടകം പണിതു. ഞാൻ പറയും, ചില കുടുംബങ്ങളും വ്യക്തികളൊക്കെ രക്ഷപ്പെടുന്നത് ചില ദൈവനിയോഗങ്ങളുടെ ആലോചനകളോട് മറുതലിക്കാതെ ആമേൻ പറയുന്നതിനകത്ത് കേട്ടോ. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഒരു പരിധിവരെ ഞാൻ നിങ്ങളോട് പറയാം പ്രിയമുള്ളവരെ, അത് അനുസരണം മാത്രമാണ്. ഞാൻ പലപ്പോഴും രക്ഷപ്പെടാതെ പോകുന്നതും എൻ്റെ അനുസരണക്കേടാണ്. അത് അങ്ങനെ കൂടെ അതിന് മറുഭാഗമുണ്ട്. ഏതെങ്കിലും സംഭവിച്ച ആദ്യ പാപം എന്ന് പറയുന്നത് തന്നെ കൽപ്പന ലംഘനമോ വലിയ മ്ലേച്ഛതയോ എന്തെങ്കിലും പറയാൻ പറ്റാത്ത വലിയ അശുദ്ധി എന്ന പാപങ്ങളൊന്നും അവിടെ സംഭവിച്ചില്ല. അവിടെ സംഭവിച്ചൊരു കാര്യം, വിലക്കപ്പെട്ട കനി, അനുസരണക്കേട്. കർത്താവ് വരുന്നെന്ന് പറഞ്ഞു, പാമ്പ് വന്ന് ആകാമെന്ന് പറഞ്ഞു. കർത്താവ് ജീവനെക്കുറിച്ച് പറഞ്ഞു, പിശാച് വന്ന് മരണത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവ് വന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവരൂപത്തിൽ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഛായയിൽ ഞാൻ എൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. പിശാച് എന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെ ആക്കാമെന്ന് പറഞ്ഞു. അതാണ് എബ്രായ ലേഖനം 11 ഗലാത്യ ലേഖനം 2 നാം ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, സർപ്പം 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം പറയുന്നു, സർപ്പം ഉഭയത്താൽ ഹവ്വയെ ചതിച്ചു. അവിടെ സംഭവിച്ചത് ഏദനിൽ വന്ന ആദ്യത്തെ പാപം അനുസരണക്കേടാണ്. ഇനി അതിനേക്കാൾ മുമ്പേ പാപം തുടങ്ങി. പാപം എവിടെ തുടങ്ങി നിങ്ങൾക്കറിയാം. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യം നിങ്ങൾ പലപ്പോഴും എടുക്കാത്തൊരു വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം എടുത്ത്, യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. യെശയ്യാപ്രവചനം 14:12 വായിച്ചു. അരുണോദയം, എല്ലാവരും അരുണോദയ പുത്രനായ ശുക്ര. ഞാനിവിടെ ചില വീഴ്ചകൾക്ക് മുമ്പേ കേട്ടോ, എല്ലാവർക്കും എൻ്റെ ദൂതം മറ്റൊരു ഡയറക്ഷനാണ്. ചില വീഴ്ചകൾക്ക് മുമ്പേ അതുകൊണ്ട് ഞാൻ ശലോമൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഞാനൊരു കാര്യം പറയുമ്പോൾ ചില നിഗളങ്ങൾ, ചില ഉന്നത ഭാവങ്ങൾ, ചില ഗർവങ്ങൾ, ചില ജ്ഞാനത ഭാവങ്ങൾ, ചില നിങ്ങളുടെ സ്വയത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ വീഴ്ചയുടെ തകർച്ച വലുതാക്കി തരും. എന്നാൽ ദൈവത്തിന് വചനം പറഞ്ഞു, താഴ്മയ്ക്കോ യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും പുരാതന സമ്പത്തും. ഞാനിവിടെ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ആരും ഉന്നതനായോ മഹാനായി തീരുകയോ, ജനിച്ചപ്പോൾ ആരും മഹാന്മാരായി ജനിക്കുന്നില്ല, ഉന്നതന്മാരായിട്ട് ആരും ജനിക്കുന്നില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ, ഡിസിഷൻ, നിങ്ങളുടെ പ്രയോറിറ്റിയും നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ നിയോഗങ്ങളുമാണ് നിങ്ങളെ നാളെ ഉന്നതനാക്കി തീർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ വാക്യമാണ് വായിച്ചത്. സോൾ, SAUL, സോൾ എന്നുള്ള അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉന്നതൻ. ഏതിനാ മാറ്റി നിർത്തേണ്ടത്? ജനനം കൊണ്ട് മാറ്റണോ? പൗരത്വം കൊണ്ട് മാറ്റണോ? വിദ്യാഭ്യാസം കൊണ്ട് മാറ്റണോ? കഴിവ് കൊണ്ട് മാറ്റണമോ? ശ്രേഷ്ഠത കൊണ്ട്, കുടുംബ ശ്രേഷ്ഠ കൊണ്ട് മാറ്റണമോ? തന്നെ അറസ്റ്റ് ചെയ്ത് തന്നെ ബന്ധിക്കാൻ വന്ന റോമൻ സോൾജർ പറഞ്ഞു, നീ ആരെയെ ബന്ധിക്കുന്ന എനിക്കറിയാമെന്ന് ചോദിച്ചു. ഈ സിറ്റിസൺഷിപ്പ് ഞാൻ കാശ് കൊടുത്ത് മുതൽ കൊടുത്ത് ഞാൻ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ പിൻവാങ്ങി 2 അടി പുറമോട്ട് മാറി. തൻ്റെ ജനനം, തൻ്റെ പാരമ്പര്യം, തൻ്റെ പിന്തുടർച്ചകൾ, തൻ്റെ പിതാവ്, തൻ്റെ കുടുംബ പാരമ്പര്യം, തൻ്റെ ശ്രേഷ്ഠത, തൻ്റെ സമ്പത്ത്, തന്നെ കൊണ്ടു പറഞ്ഞ അവകാശങ്ങൾ, പ്രിവിലേജ്, ഇതെല്ലാം വെച്ച് നോക്കിയപ്പോൾ സ്തോത്രം, ഈ പേരല്ലാതെ വേറെ ഏത് പേരിടും? പേര് സോൾ, SAUL, വലിയവൻ. പൗലോസിന്റെ, ശൗലിന്റെ പിതാവ് അവസാനം തന്റെ തർസോസിന്റെ ഈ തീരത്ത് പണിഞ്ഞിട്ടിരിക്കുന്ന ആ കപ്പലിന്റെ പേര് വായിച്ചു നോക്കിയേ, സോൾ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പൗലോസിന് കപ്പലിനകത്ത് സഞ്ചരിക്കാനും അറിയാം,
കപ്പലിൻ്റെ പലകയ്ക്കകത്ത് സഞ്ചരിക്കാനും അറിയാം. റോമിലേക്ക് അവസാനം എത്തിയത് കപ്പലിൻ്റെ പലകയെ പിടിച്ചാൽ എവിടെ എത്തിയത്? ഞാനിങ്ങനെ പറയാറുണ്ട്, കൊട്ടാരത്തിലാണ് പൗലോസ് ജനിച്ചത്. കൊട്ടാരത്തിൽ ജീവിക്കാനും അറിയാം, സുവിശേഷ നിമിത്തം, യേശു നിമിത്തം, ദൈവരാജ്യ നിമിത്തം, ക്രൂശ് നിമിത്തം കൊട്ടയ്ക്കകത്തിരിക്കാനും അറിയാം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊട്ടയെന്നാ തുടങ്ങുന്നത്, എവിടെ അവസാനിക്കും? കൊട്ടാരത്തിൽ അവസാനിക്കും. സ്തോത്രം. ഒരു കപ്പലിൻ്റെ പലകയുടെ കാശ് പോലും മേടിക്കാനുള്ള കാശ് തുടക്കത്തിൽ കാണത്തില്ല. സ്തോത്രം. പക്ഷേ ഏറ്റവും അവസാനം ഒരു 50 വർഷത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ 2-3 കപ്പലെങ്കിലും മേടിക്കാനുള്ള കാശ് പല ബാങ്കിലും എന്ത് ചെയ്യും? സ്തോത്രം. ഞാനിവിടെ പറയാൻ പ്രിയമുള്ളവരെ, അനുഗ്രഹം നിങ്ങളെ കൊന്നുകളയും കേട്ടോ. ക്രമാതീതമായിട്ടുള്ള സമ്പത്ത്, അതിൻ്റെ സ്വാധീനങ്ങൾ, അതിൻ്റെ സമ്മർദ്ദം, അതിൻ്റെ ശക്തി, അതിൻ്റെ പവർ, അത് നിമിത്തം നിങ്ങൾക്ക് നൽകുന്ന നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ, ഈ സ്തോത്ര സമ്പത്തിൻ്റെ വലിയൊരു വേലിയേറ്റം നാളെ നിങ്ങളല്ലാതാക്കി തീർക്കും. ഞാനിവിടെ ചോദിക്കട്ടെ, നിങ്ങൾ താഴ്മ ഉള്ളപ്പോഴായിരുന്നു നിങ്ങൾക്ക് നല്ല അനുസരണമുള്ളത്? നിങ്ങൾക്ക് സ്തോത്രം, നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയപ്പോഴായിരുന്നു നിങ്ങൾക്ക് അനുസരണമുള്ളത്? പോട്ടെ, നിങ്ങളുടെ ഇന്നലകളാണോ നിങ്ങൾക്ക് ഒത്തിരി താഴ്മയോ അനുസരണമുള്ളത്, അതോ നിങ്ങളുടെ ഇന്നുകളിലാണോ നിങ്ങൾക്ക് ഒത്തിരി താഴ്മയോ അനുസരണമുള്ളത്? ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ കേരളത്തിലെ പെന്തക്കോസ്റ്റിനെ ദൈവം, പെന്തക്കോസ് പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ സഭകളെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, പഴയ ഒത്തിരി നാളുകൾക്കാണ് സഭകളെ, ആ സഭകളെയൊക്കെ ദൈവം 2 ടെസ്റ്റ് കൊടുത്തു. ഒന്ന് ദാരിദ്ര്യത്തിൻ്റെ ടെസ്റ്റ് കൊടുത്തു, സമ്പത്തിൻ്റെ ടെസ്റ്റ് കൊടുത്തു. ദാരിദ്ര്യത്തിൻ്റെ ടെസ്റ്റിലാണ് മൊത്തം പാട്ട് വന്നത്. കണ്ടോ, പഴയ പാട്ട് മൊത്തം നോക്കണേ. സ്തോത്രം. ഒന്നുകൂടെ പാടാൻ തോന്നും. എല്ലാ പാട്ടും നോക്കി. സ്തോത്രം. മൊത്തം പാട്ട് നോക്കി. എല്ലാം നമ്മുടെ പിതാക്കന്മാർ, വിശ്വാസി വീരന്മാർ, ആദ്യ തലമുറ ഇറങ്ങിയിരുന്ന എല്ലാ സ്തോത്രം മാതാപിതാക്കൾ കർത്താവിനെ നേരിട്ട് മുഖാമുഖമായി കണ്ടവർ, അവർ കർത്താവിനെ നേരിട്ട് ദൈവശബ്ദം കേട്ടവർ, ആടിയൊന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവിൽ. സ്തോത്ര. തീ നോക്കിയില്ല, സ്തോത്ര, തീക്കാറ്റ് നോക്കിയില്ല, സമുദ്രത്തിന് ആഴം നോക്കിയില്ല, പർവ്വത മേടുകൾ നോക്കിയില്ല, ദുഷ്ടനും ശത്രുവിനെ നോക്കിയില്ല, സ്തോത്രം, ഒന്നും നോക്കിയില്ല, ഞങ്ങൾ താഴെ ഇറങ്ങി. അടുത്ത പാട്ട്, കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടന്മാർ വിട്ടിടിലും. സ്തോത്ര. ആമീൻ. തുമ്പങ്ങളുടെ ലോകത്താണെങ്കിലും ഞങ്ങൾക്കറിയാം അക്കരെ ഞങ്ങൾ എത്തും. സ്തോത്ര. ബോട്ടിൽ ഞാൻ കയറിയിട്, പാട്ടോടെ യാത്രയ്ക്കായി കോട്ടമില്ലാതെ നാട്ടിൽ ഞങ്ങൾ എത്തിച്ചേരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറയാം, രണ്ടിനും ബാലൻസ് ചെയ്യണം. സ്തോത്രം. ദാരിദ്ര്യങ്ങൾ വന്ന്, ഇല്ലായ്മകൾ വന്ന്, പ്രയാസം വരുമ്പോൾ നിങ്ങൾ അവിടെ കിടന്നുകൊണ്ട് കർത്താവിനോട് പിറുവിറുക്കരുത്, പരിതപിക്കരുത്. കർത്താവിനോട് ഇറങ്ങി തിരിച്ചു എല്ലാം യാതൊരു വേദന അല്ല. സ്തോത്രം. അവിടാണോ, ആ സ്ഥിതിയാണോ, അവിടുത്തെ സ്തോത്രം എന്താണ് ദൈവത്തിന്റെ പദ്ധതി കണ്ട് അവിടുന്ന് പുറത്തിറങ്ങണം. സ്തോത്രം. ഇപ്പുറത്തെ ദൈവം നൽകുന്ന സമ്പത്ത് നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഏറ്റവും ചെറുതാകട്ടെ വലുതാകട്ടെ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത് സഭയിലെ പാസ്റ്ററോ പ്രീസ്റ്റോ അച്ഛനോ നിങ്ങളോ അല്ല. നിങ്ങളുടെ ഉള്ളിൽ വേറൊരാൾ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെയാണ് നിങ്ങൾ എല്ലാത്തിനും അനുസരിക്കുന്നത്. നമ്മുടെ വാനിറ്റി ബാങ്കിനകത്ത് ഇത്രയും വലിയ പേഴ്സിനകത്ത് ഇത്രയും നോട്ട്, 500 മുതൽ 500, 200, 100, 50, ഏറ്റവും അവസാനത്തെ നോട്ടിലേക്ക് നമ്മുടെ പിടി വരുന്ന കാര്യം ആരാ നിങ്ങളെ കൊണ്ട് ആ കൈകൾ ഇങ്ങനെ ഏറ്റവും അവസാനത്തിലേക്ക് വന്ന്? നിങ്ങളുടെ എല്ലാ ഡിസിഷൻ മേക്കറിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ അകത്തുണ്ട്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അനുസരിക്കുന്നത്. ഞാൻ പറയാം പ്രിയമുള്ളവരെ, സ്തോത്രം, 2025 ഒരു സഭ ഒരു നന്മ കാണണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആത്മാവിൽ അറിയണം. സ്തോത്ര. പക്ഷെ ദാരിദ്ര്യം നിങ്ങളെ ബാധിക്കരുത്, സമ്പത്ത് നിങ്ങളെ എന്ത് ചെയ്യരുത്, അതിൻ്റെ മീതെ സഭ നിൽക്കണം. പൗലോസ് പറഞ്ഞു, എനിക്ക് താഴ്ചയിൽ ഇരിക്കാനും അറിയാം, ഉയർച്ചയിലേക്ക് പോകാൻ അറിയാം. സ്തോത്രം. ഞാൻ സകലവും ശീലിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒന്നും നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ ബാധിക്കരുത്. സ്തോത്രം. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭ. സ്തോത്രം. അവർ ഭൗതികത്തിൽ, സ്തോത്രം, ഈ ഭൗതികത്തിന് ഇല്ലായ്മകളോ അവരുടെ സ്തോത്രം പ്രശ്നങ്ങളോ അവർ നേരിടുന്ന കഷ്ടങ്ങളോ ലൈഫിനെ ബാധിക്കത്തില്ല. അതിൻ്റെ മീതെ അവർ ആത്മമണ്ഡലം നിൽക്കും. സ്തോത്രം. ഇതുപോലെ ഈ അവസാന 10 മിനിറ്റ് നിങ്ങളുടെ ആത്മ മനുഷ്യനെ ഇതിൻ്റെ മീതെ, നിങ്ങൾ നേരിടുന്ന ക്രൈസിസിന് മീതെ, ശത്രുക്കളുടെ മീതെ, നിങ്ങൾ കേൾക്കുന്ന പ്രശ്നങ്ങൾക്ക് മീതെ, നിങ്ങൾ കടന്നുവന്ന ജീവിത സാഹചര്യങ്ങളുടെ മീതെ നിങ്ങൾ ആത്മ മനുഷ്യൻ കയറും. സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് സെരുബാബേൽ പറഞ്ഞ പോലെ പറയും, സെരുബാബേലേ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിൻ്റെ അർത്ഥം അതല്ല, നിന്റെ കാൽക്കൽ വരും. സ്തോത്രം. അതിന്റെ മീതെ നീ നിൽക്കും. സ്തോത്രം. ഒന്നും നിന്നെ ബാധിക്കത്തില്ല. കരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാനോട് പറയാൻ പറയുമ്പോൾ യേശയ്യാ 14 വായിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, കയറും 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 കയറുമെന്ന്. നിങ്ങൾ താഴോട്ട് വായിക്കണം, എത്ര പ്രാവശ്യം കയറുമെന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നലുണ്ട്. ഞാൻ കുറച്ചുകൂടെ കയറും, കുറച്ചുകൂടെ കയറും, കുറച്ചുകൂടെ കയറും. നമ്മളറിയാതെ വേറൊരാളാകത്തുണ്ട് കേട്ടോ.
ശാസിക്കപ്പെടേണ്ട മണ്ഡലമാണ്. സ്തോത്രം. അങ്ങനെ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ വിശ്വസ്തരായി തുടരുന്ന കാലത്തോളം നിങ്ങളുടെ പൊസിഷനെ, നിങ്ങളുടെ സീറ്റിനെ, നിങ്ങളുടെ പ്ലേസിനെ തകർക്കാൻ ഒരാൾക്ക് കഴിയത്തില്ല. അനാവശ്യമായിട്ടുള്ള ധൃതകൃതികൾ, അനാവശ്യമായിട്ടുള്ള ആൻസൈറ്റികൾ, സ്തോത്രം, മത്സരങ്ങൾ, കോമ്പറ്റീഷന്, മറ്റുള്ളവരോടുള്ള കിടമത്സരം, ഞാൻ പറയും നിങ്ങളെ തകർക്കും. 2025 പോകാൻ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, ഒരാളോട് ടെൻഷൻ ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരോടും ചിരിക്കാൻ കഴിയും. സ്തോത്രം. നിങ്ങൾ കാര്യം നന്നായി കൊടുത്ത് നിങ്ങൾക്കൊരാളെ സ്വീകരിക്കാൻ കഴിയും. സ്തോത്രം. ഞാൻ നിങ്ങളുടെ പറയാൻ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരും. സ്തോത്രം. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെ പിന്നിൽ ഒരു അനുസരണമുണ്ട്. നിങ്ങൾ നോക്കണേ, താണ്ടെ ലൂസിഫർ പറയുക ഞാൻ കയറുമെന്ന്. സാക്ഷാൽ ലൂസിഫർ പറഞ്ഞു ഞാൻ കയറുമെന്ന്. ആത്മാവിൽ യെശയ്യാ പറയുക, സ്തോത്രം. എന്നിട്ട് പറഞ്ഞ് എങ്ങനെ അവസാനിപ്പിച്ചു? അത്യുന്നതനോട് ഞാൻ സമനാകുമെന്ന്. ഞാൻ എവിടെ കയറും? ഞാൻ മേഘോന്നതങ്ങളിൽ കയറും. സ്തോത്രം. ഞാൻ സ്വർഗസിംഹാസനത്തിൽ കയറും. ഞാൻ ഉയരത്തിൽ കൂടുവെക്കുമെന്ന്. ഇപ്പോൾ ഇത് പറഞ്ഞു കയറും 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 എന്ന് പറഞ്ഞ് 6 പ്രാവശ്യം കയറും എന്ന് പറഞ്ഞ് ഇപ്പോൾ അത്യുന്നതനോട്, സ്തോത്രം, സമനായി, അതിന് മീതെ താനായി. ഇത്രയും പറഞ്ഞു തീർന്നില്ല. അതിനുമുമ്പ് വെട്ടേറ്റ് നിലത്ത് വീണു. ചില കുടുംബങ്ങൾ നിരന്തരമായ ഇതിനൊക്കെ മറ്റ് ദൂതുകളുണ്ട്, മറ്റ് ഡയറക്ഷൻ ഉണ്ട്. ചില കുടുംബങ്ങൾ നിരന്തര പരാജയം, താഴ്ചകൾ എഴുതേക്കാൻ കഴിയുന്നില്ല, ചില തകർച്ചകൾ എഴുതേക്കാൻ പിശാച് പിടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുക. സ്തോത്രം. ചില നിങ്ങൾക്കറിയാം, നമ്മളെ കൊണ്ട് പോകുന്നത് പോലെ ചില അനാവശ്യമായ പ്രശ്നങ്ങൾ, നമുക്ക് സമയം ദൈവത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കാൻ കഴിയുന്നില്ല, കുടുംബജീവിതത്തിൽ സന്തോഷമില്ല. സ്തോത്രം. ഇന്ന് തുടങ്ങിയപ്പോൾ മുതൽ സന്തോഷം സന്തോഷം എന്ന് പറയുന്നു. സ്തോത്രം. കുടുംബജീവിതത്തിൽ സന്തോഷമില്ല, ആനന്ദം നഷ്ടപ്പെട്ടു പോയി, ഒന്നിനോട് സഹകരിക്കാൻ കഴിയുന്നില്ല, എന്തോ മനസ്സിലൊരു സ്തോത്രം, ആമേൻ, സ്തോത്രം, മടുപ്പ്, ഒരു മരവിപ്പ്, ഒരു നിർജീവത്വം. ഞാൻ പറയാം, ഡിവൈൻ വർഷിപ്പ് സെന്റർ നിങ്ങൾ ആയിരിക്കുന്ന, നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വിധമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങളില്ലായ്മ ചെയ്യുന്നത് ഭർത്താക്കന്മാരുടെ മദ്യപാനമോ, അല്ലെങ്കിൽ സ്തോത്ര ഭർത്താക്കന്മാർ ദുഷ്ടന്മാരായതോ, അല്ലെങ്കിൽ പിന്മാറ്റമോ, അല്ലെങ്കിൽ അവർ ലൗകികമായി ജീവിക്കുന്നൊന്നുമല്ല. സ്തോത്ര. ചില മനോഭാവങ്ങളിനകത്ത് ഹീലിംഗുകൾ സംഭവിച്ചാൽ, ആന്തരികമായ ചില സൗഖ്യങ്ങൾ സംഭവിച്ചാൽ, ചില ഹൃദയവിചാരങ്ങളുടെ സ്തോത്ര ആമേൻ താരങ്ങൾ മാറിപ്പോയാൽ, ഞാൻ ഇവിടെ പറയാം, കുടുംബങ്ങളിൽ വലിയ വിടുതലുകൾ സംഭവിക്കാം. ഇന്ന് വരക്കാല കുടുംബങ്ങളിൽ ആ വിടുതലുകൾ സംഭവിക്കട്ടെ. സ്തോത്ര. യേശുവിന്റെ നാമത്തിൽ പിശാച് കുഴച്ചു മറിച്ചിട്ടിരിക്കുന്ന, പിശാച് സ്തോത്ര കയറി വാടുന്ന എല്ലാ ലൂസിഫറിന്റെ സ്വാധീനങ്ങൾ കുടുംബത്തിൽ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ അന്യായ ശക്തികളുടെ മേലോ യേശുവിന്റെ നാമത്തിൽ ഈ സഭയെ നോക്കി കുടുംബങ്ങളുടെ മേൽ ജയം കൽപ്പിക്കുകയാണ്. ലൂസിഫർ കയറുമെന്ന് പറഞ്ഞു, പക്ഷേ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ്, സ്തോത്ര, ഭൂമിയിൽ വന്നപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞു. വായിച്ചാട്ടെ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ വിചാരിക്കാതെ, നിങ്ങൾ നോക്കണം, സ്തോത്രം, സമത്വം വിട്ടത് കേട്ടോ. ദൈവിക തൃത്വത്തിൽ പുത്രൻ പിതാവിനോടും സമനായി നിൽക്കുകയാണ്. 1 ട്രിനിറ്റി വിട്ടു, 2 സ്വർഗം വിട്ടു. പിന്നെ വാക്യം അങ്ങനെ ഡിസ്ക്രിപ്റ്റ് ചെയ്ത് പഠിക്കണം. സ്തോത്രം. ട്രിനിറ്റി പുത്രൻ പറഞ്ഞു ഞാൻ പോകാമെന്ന്. ഈ ശബ്ദമാണ് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ കേട്ടത്. സ്തോത്രം. ആർ നമുക്ക് വേണ്ടി പോകുമെന്ന്. ആ ചോദ്യത്തിന് പുത്രന്റെ മറുപടിയാണ് അവിടെ അടീനി അയക്കണമെന്ന്. ഇനി നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചേ. സ്തോത്രം. സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, സ്തോത്രം, ദാസരൂപമെടുത്തു. താഴോട്ട് വരുമ്പോൾ എന്തൊരു ദാസനായി തീർന്നു. സ്തോത്രം. ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം ഇഷ്ടത്തിൽ മരിച്ച്. സഭയെ കേൾക്കണം, ഒരു ദാസൻ ആരാണ്? സ്വന്തം ഇഷ്ടത്തിൽ മരിച്ച് യജമാന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവനാണ് ദാസന്. സ്തോത്രം. ഒരു ദാസന് അവകാശമില്ല, അധികാരമില്ല, പദവിയില്ല, സിംഹാസനമില്ല. സ്തോത്രം. ഒരു ദാസന്റെ നല്ല രൂപമാണ്. സ്തോത്രം. അവനെ നിലയെങ്കി ഉരിഞ്ഞു വെച്ചിട്ട്, സ്തോത്ര, നിലയെങ്കി ഉരിഞ്ഞു വെച്ചിട്ട്, സ്തോത്ര, സിംഹാസനത്തിൽ താഴെ ഇറങ്ങി ശിഷ്യന്മാരെ ഓരോരുത്തരെ കാല് കഴുകുവാൻ തുടങ്ങി. സ്തോത്ര. കാല് കഴുകുവാൻ തുടങ്ങി. കാല് വാരുവാനല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാല് വാരാനും പോകരുത്, കാല് പിടിക്കാനും പോകരുത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആരുടെ കാലെ പിടിക്കാൻ പോകരുത്. സ്തോത്രം. അതൊരു ദൂതായിട്ടിരിക്കട്ടെ. സ്തോത്രം. ക്ഷമ ചോദിക്കാം, പക്ഷെ കാല് പിടിക്കാൻ പോകും. അതുകൊണ്ട് കൊർന്നല്യോസ് പത്രോസിനെ കാല് പിടിക്കാൻ ഞാനിപ്പോൾ പത്രോസ് പറഞ്ഞു എൻ്റെ കാലത്തിന് കാല് പിടിക്കരുതെന്ന് പറഞ്ഞു. സ്തോത്രം. പൗലോസിനെ കാല് പിടിക്കാൻ പൗലോസ് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യരായിട്ടുള്ള കാലെ പിടിക്കരുതും കാല് വാരിയും ചെയ്യരുത്. സ്തോത്രം. പക്ഷെ കാല് കഴുകാൻ കേട്ടോ. സ്തോത്രം. 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 ഞാൻ പറയാറുണ്ട്, ഈ ശിഷ്യന്മാരുടെ എല്ലാം വലിപ്പച്ചെറുപ്പ്. ഏത് വലിപ്പച്ചെറുപ്പം? കുറച്ച് നേരത്തെ മുമ്പേ ചോദിച്ചത്, കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുക, കർത്താവ് മരിക്കാൻ പോവുക, കർത്താവിൻ്റെ ജീവിതം തീരാൻ പോവുക, നമ്മളെല്ലാം മരിക്കാൻ പോകുന്നില്ല, നമ്മളെല്ലാം ആരും ക്രൂശിക്കപ്പെടാൻ പോകുന്നില്ല, നമ്മളെല്ലാം ഇവിടെ തന്നെ കാണും. പക്ഷെ കർത്താവ് പോയതിനു ശേഷം ഈ ടീമിൽ വേറെ ആരാണ്? വലിയവൻ. പത്രോസ് പറഞ്ഞു, ഈ വലിയവനുള്ള 1-ാമത്തെ അപ്പോസ്തലന്റെ സ്ഥാനം ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം താക്കോലും അധികാരവും അവകാശവും പദവിയും ഉത്തരവാദിത്വം എന്നെയാണ് ആടിനെ മേയ്ക്കാൻ ഏൽപ്പിച്ചത്. സ്തോത്രം. 1-ാമത്തെ അപ്പോസ്തലൻ ഞാനാണ്. നിങ്ങളുടെ ആരുടെയും പേര് കർത്താവ് മാറ്റിയിട്ടില്ല. എൻ്റെ പേര് മാത്രമേ
മാറ്റിയിട്ടുള്ളൂ. അന്നേരം സെബദി മക്കൾ മാറുമോ? അവർ മാറുമോ? അവരമ്മ വഴി കസിൻസാ. സ്തോത്രം. അവർ വന്ന് നേരത്തെ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 മക്കള്, അത് ഈ 2 ആൺപിള്ളേർ. സ്തോത്രം. ഇവർ 2 ഇടിമക്കളായിരുന്നു. തമ്മിൽ അടിപിടിക്കുന്നവരായിരുന്നു. ഇവന്മാർ രൂപാന്തരപ്പെട്ടത് കർത്താവിൻ്റെ അടി വന്നതിന് ശേഷമാണ്. ഒരു കാര്യമുണ്ട്, മഹത്വത്തിൽ എൻ്റെ മക്കളായിരിക്കും. ഇടത്തും അവർ മാറുമോ? ആര് മാറും? ഇതാണ് ഫിലിപ്പോസ്, നഥനയേൽ, അന്ത്രയോസ് എല്ലാം നിൽക്കുക. ആര് മാറും? അന്ത്രയോസ് പറഞ്ഞു കാണും, ശിമോൻ നീ വലിയ ഗമയൊന്നും പറയണ്ട, നിന്നെ കർത്താവിൻ്റെ അടുക്കൽ വിളിച്ചോണ്ട് വന്ന ആരാ? നിന്നെക്കാളും സീനിയോറിറ്റി. പക്ഷെ വലിയവൻ ആരാണെന്നുള്ള തർക്കം കർത്താവ് ആത്മാവിൽ തിരിച്ചറിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. സ്തോത്രം. ഇവിടെ നിങ്ങൾ 12 പേരും വലിയവരാ, ഒരാളെ ഉള്ളു ചെറുത്. ആ ചെറുത് ഞാൻ. സ്തോത്രം. ഓരോരുത്തരെയും കാലി കഴിക്കാൻ തുടങ്ങി. എന്ത് നല്ല മനോഭാവം. സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിന് മനസ്സുള്ളവരായി തീരട്ടെ, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങൾ ഉള്ളവരായി തീരട്ടെ. പ്രിയമുള്ളവരെ, എന്ത് സംഭവിച്ചു? ലൂസിഫർ 6 പടി മേൽപോട്ട് കയറി. പക്ഷേ എൻ്റെ യേശു, മഹത്വത്തിൽ ഇറങ്ങി വന്ന യേശു, താൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ 7 പടി താഴോട്ട് ഇറങ്ങി. സ്തോത്രം. ഇറങ്ങി. ഏറ്റവും അവസാനം പറയുന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആ വാക്യം അങ്ങനെ അവസാനിച്ചില്ല. അവൻ അനുസരണമുള്ളവനായി തീർന്നുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ദൈവം അവനെ ഉയർത്തി. സ്തോത്രം. ദൈവം അവനെ ഉയർത്തി. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിന് കീഴിൽ നിങ്ങൾ താണിരിപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, എന്താ സംഭവിച്ചത്? ഫിലിപ്പിയർ ലേഖനം 2 ആ വാക്യം എന്ന് പറയാമോ? ആ പാരഗ്രാഫിന്റെ അവസാനത്തെ വാക്യം, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സർവ്വലോകത്തിന്റെ മീതെ, സ്തോത്രം, എൻ്റെ കർത്താവിനെ ഉയർത്തി. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇന്ന് ഞാൻ ഇവിടെ പറയാം, ഡിവൈൻ വർഷിപ്പ് സെന്ററിന് അസാധാരണമായ ദൈവത്തിന്റെ ഹ്യൂമിലിറ്റി ആവശ്യമാണ്. നിങ്ങൾ നാളെ മാനിക്കപ്പെടുന്നത്, അംഗീകരിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്, ഉയർത്തപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്, ഞാൻ പറയും, ഇന്നലകൾ നിങ്ങളുടെ സമർപ്പണം കാരണമായിരിക്കും. സ്തോത്രം. ദൈവസ്ഥലം നമ്മളെ താഴ്മ. ഞാൻ ഇവിടെ പറയാം, നിശ്ചയമായും സ്തോത്രം, ഈ സഭയിലെ എല്ലാ കുടുംബങ്ങളും അപ്രകാരം ദൈവ താഴ്മയിലേക്ക്, ദൈവകൃപയിലേക്ക്, അപ്രകാരം സ്തോത്രം, ഒരു ഹംബിൾനെസ്സിലേക്ക് നിങ്ങൾ കടന്നു പോകുവാൻ നിങ്ങൾ ദൈവസ്ഥൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നത്, നിങ്ങൾ ദൈവസ്ഥൽ താഴ്വീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ശൗല് തൻ്റെ പഴയ പേര് വിട്ടിട്ട് താൻ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ വന്നപ്പോൾ പേര് മാറി, പോൾ എന്നായി. എന്താണ് ശൗലിൻ്റെയും പോളിൻ്റെയും പേരിൻ്റെ വ്യത്യാസം? ശൗൽ ഉന്നതൻ, ഉയർന്നവൻ, കുലീനത്വമുള്ളവൻ, എലൈറ്റ്, ഏറ്റവും വലിയ ഉന്നതനായി ജനിച്ച് ജീവിച്ച മനുഷ്യൻ. പക്ഷെ പൗലോസിന്റെ പേര് ഏറ്റവും ചെറിയവൻ. എങ്ങനെ ചെറുതായി? നിങ്ങൾ നോക്കണേ. കൊരിന്ത്യർ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ലെന്ന് പറഞ്ഞു കേട്ടോ. കുറഞ്ഞവനല്ല, ഞാനും അപ്പോസ്തലനല്ലയോ. പക്ഷെ 2 കൊരിന്ത്യർ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുക, അയ്യോ ഞാൻ എന്തോ പറഞ്ഞു പോയി, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ എന്ന്. ഏറ്റവും കൂടുതൽ അകാലപ്രതി പോലെയാണ് കർത്താവ് എനിക്ക് പ്രത്യക്ഷനായത്. അപ്പോസ്തലന്റെ പേരിന് പോലും ഞാൻ യോഗ്യനല്ലെന്ന്. ചെറിയവൻ. 2024 ഈ സമാപന ആഴ്ചകളിൽ ഇന്ന് പലക്കാലം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സമർപ്പണമായി കടന്നു പോകാം. സ്തോത്രം. പൗലോസ് എങ്ങനെ തുടങ്ങി, എങ്ങനെ അവസാനിപ്പിച്ചു? നിങ്ങൾ നോക്കണേ പ്രിയമുള്ളവരെ, ചെറിയവൻ. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും പൗലോസ് എഴുതിയപ്പോൾ പൗലോസ് എഴുതിയിരിക്കുക, ലോകത്തുള്ള സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. എന്തിനിങ്ങനെ പോകുന്നത്? നമുക്ക് ഒന്നുമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെന്ന് വെളിയിലൊന്ന് കാണിക്കാനുള്ള വ്യക്തി. പൗലോസിന്റെ സമാപന ലേഖനമായ തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് എഴുതുകയാണ്, ആ പാപികളിൽ ഞാനാണ്. നമ്മളാരും അങ്ങനെ എഴുതുമോ? അങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കും. എൻ്റെ അത്രയും ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തലനാണ്, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ലോകം കീഴടക്കിയ സുവിശേഷകനാണ്, ഏറ്റവും കൂടുതൽ സഭ സ്ഥാപിച്ച വ്യക്തിയാണ്, എൻ്റെ അത്ര ലോകത്തിൽ ഇനി ആർക്കും വരാൻ കഴിയത്തില്ല. എന്തെല്ലാം ഔന്നത്യം പറയാനുണ്ടായിരുന്നു, എന്തെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ തനിക്ക് ക്ലെയിം ചെയ്യാൻ തനിക്ക് പറയാനുണ്ടായിരുന്നു. ഒന്നും താൻ പറഞ്ഞില്ല കേട്ടോ. ഈ പ്രബോധനം നിങ്ങൾക്ക് ഇന്ന് വളരെ അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് വായിച്ച വാക്യത്തിൽ അവസാനിപ്പിക്കാം. അഗ്രിപ്പ രാജാവിനോട് പറയുക, ഞാൻ സ്വർഗീയ ദർശനത്തിന്, ഞാൻ ഇവിടെ പറയാം, സ്തോത്രം, നിങ്ങളെ നിങ്ങളുടെ നാളുകളുടെ നീളകളിൽ നിങ്ങൾ ഉന്നതനാക്കുന്നത് നിങ്ങൾ ഇന്നലെ കണ്ട എന്തോ വലിയ ചെറിയ ദർശനങ്ങളാണ്. ഒന്നും കണ്ടില്ലയോ, നിങ്ങൾ ഒന്നും എങ്ങും എത്തത്തില്ല. സ്തോത്രം. സഭയ്ക്കോ ശുശ്രൂഷകനോ നിങ്ങൾക്കറിയാവുന്ന പ്രവാചകനോ
പവർ മിനിസ്ട്രിക്കോ TV മിനിസ്ട്രിക്കൊന്നും താൽക്കാലികമായ ചില സഹായങ്ങൾ നിങ്ങൾ ചെയ്യാനേ കഴിയത്തുള്ളൂ. പക്ഷെ നിത്യതോളം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ കിട്ടിയ ചില ദൈവിക നിയോഗങ്ങളാണ്. അഗ്രിപ്പാനോട് പറയുക, ഞാൻ സ്വർഗീയ ദർശനത്തിന് ഇതുവരെ പൗലോസിന് ഏറ്റവും നല്ല 4 പ്രതിവാദങ്ങളാണ്. സ്തോത്രം. 4 കോടതി ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ വലിയ വാദഗതികളാണ്. 1 ഫെലിക്സിനോട്, 2 ഫെസ്തോസിനോട്, 3 അഗ്രിപ്പാവിനോട്, 4 നീറോയോട്. അപ്പോഴത്തേന് തീർന്നു. സ്തോത്രം. 4 സ്ഥലത്തും പൗലോസ് പോയി നിന്നു. ഏറ്റവും അവസാന സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അഗ്രിപ്പാവ് രാജാവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ദുർമാർഗ്ഗ ജീവിതം നയിച്ച ആളാണ്. സ്തോത്രം. ഈ അഗ്രിപ്പാവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ സ്വന്തം സഹോദരി വിവാഹം കഴിച്ച ആളാണ് അഗ്രിപ്പാവ്. നിങ്ങൾക്ക് നോക്കണം, സ്വന്തം സഹോദരി വിവാഹം കഴിച്ചു. ഈ അഗ്രിപ്പാവിന് മുമ്പിലാണ് പൗലോസ് സ്തോത്രം നീതി, വിശുദ്ധി, ഇന്ദ്രജയം ഈ ദൂതുമായി പോയി നിൽക്കുന്നത്. പലപ്പോഴും തനിക്ക് പണം ലഭിക്കുമെന്ന് ഈ രാജാക്കന്മാർ, ഈ ഗവർണർമാർ ആഗ്രഹിച്ചു. ആരുടെ നിന്ന്? പൗലോസിനെ നിന്ന് പണം മേടിച്ച് പൗലോസിനെ ഈ കോടതി നടപടികൾ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ നിങ്ങളുടെ പറയാം, സ്തോത്രം, ഈ 4 ചക്രവർത്തിമാരുടെ മുമ്പിലും പൗലോസ് സുവിശേഷമായി നിന്നു. സ്തോത്രം. ഏറ്റവും അവസാനം ഒരു ദർശനവുമായി ബന്ധപ്പെട്ട് താൻ എങ്ങനെ വിടുവിക്കപ്പെട്ട എന്ന് അഗ്രിപ്പാനോട് വിളിച്ചു. പൗലോസിന് ഏറ്റവും പ്രധാനപ്പെട്ട 5 സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ നാളുകളിൽ പറയേണ്ടി വരും കേട്ടോ. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പൗലോസിന് ഏറ്റവും 5 എല്ലാവരും കേൾക്കണം. സ്തോത്രം. നിങ്ങൾ ഉൾപ്പെടെ കേൾക്കണം. സ്തോത്രം. നിങ്ങളുടെ ഫോക്കസ് ഡിസ്ട്രാക്ഷൻ ആയിട്ട് പോകരുത്. സ്തോത്രം. പൗലോസിന് 5, നിങ്ങളെല്ലാവരും നാളെ ഇതിന് കണക്ക് പറയണം. 5 കാര്യങ്ങൾ. 1, നിങ്ങൾ തുടങ്ങിയ ദർശനം. നാളെ അഗ്രിപ്പ രാജാവിന് മുമ്പിൽ സ്തോത്രം ചെന്ന് പറഞ്ഞു, പൗലോസ് എന്ന് പറഞ്ഞു, ഞാൻ ഇതുവരെയും സ്വർഗീയ ദർശനത്തിന് എന്ത് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു, മാനിക്കപ്പെടുന്നു, വിടുവിക്കപ്പെടുന്നു, ഉയർത്തപ്പെടുന്നു, സ്ഥിതി മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്ന എല്ലാം ഇന്നലത്തെ അനുസരണങ്ങളുണ്ടെന്ന്, താഴ്മകളുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതവർ ഓരോ അനുസരണക്കേടിന് അതതിൻ്റെ ശിക്ഷ. ഓരോ അനുസരണക്കേട്, ഓരോ ഡിസിപ്ലിൻ, ഓരോ ചെറിയ അടി. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച്, നോഹയെ കുറിച്ച് പറഞ്ഞു കേട്ടല്ലോ. സ്തോത്രം. പുറപ്പെടാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്താൽ അനുസരിച്ച് പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ. അവരെ കുറിച്ചൊക്കെ നാം പ്രസംഗിക്കുന്നത്. സ്തോത്രം. കർത്താവ് ക്രൂശിലെ മരണത്തോളം, കർത്താവിനെ കുറിച്ച് പറയുന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഓടി ഒളിക്കാൻ പോയില്ല, കൈ നീട്ടിക്കൊടുത്ത് അടിക്കാൻ പറഞ്ഞു. സ്തോത്രം. നരമ്പ് പൊട്ടുകയാണ്, വേർപ്പിൽ രക്തമൊഴുകയാണ്, വേർപ്പല രക്തമൊഴുകയാണ്. സ്തോത്രം. ഇനി രക്തമൊഴുകാനില്ല, അനുസരണം. സ്തോത്രം. ഇന്നത്തെ ഏറ്റവും വലിയ തലമുറയുടെ ശാപം എന്ന് പറയുന്നത് അനുസരണമില്ലാത്ത മക്കളാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും. ഞാനിപ്പോൾ കണ്ടുപിടിച്ച മാർഗം, നീ പോയി ചെയ്യാൻ പറയും. കാരണം നേരെ തിരിച്ചേ ചെയ്യത്തുള്ളൂ. നോക്കരുതെന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞ 2035 ശേഷമൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് സ്തോത്രം ആ ഇയോൺ മസ്ക് ഇനി മൊബൈലിലൂടെ കയ്യിൽ ഇവിടെ ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ സ്തോത്രം മൊബൈൽ അന്നേരം ഈ മൊബൈൽ വേണ്ട, ഈ ഡിവൈസ് വേണ്ട, ചെറിയ ചിപ്പുകൾ മതി. നിങ്ങൾക്ക് മൈക്രോ മൈനേറ്റഡ് ഡിജിറ്റൽ സംവിധാനമായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാനും കേൾക്കാനും വായിക്കാനും പറ്റും. നിങ്ങളുടെ കൈ തണ്ട് ഇവിടെ ഇത് വരും, സ്ക്രീൻ വരും. അന്നേരം ഇത് കൊണ്ട് കിടക്കേണ്ട, ചാർജ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. കർത്താവേ അതിനുമ്പേ അങ്ങ് വരും കേട്ടോ. സ്തോത്രം. 2035 ജനിക്കുന്ന ഈ പിള്ളേരെ ഓർത്തോളൂ എങ്ങനെ ആയിരിക്കുമെന്ന്. സ്തോത്രം. ഇപ്പോഴത്തെ നമുക്ക് വയ്യ. സ്തോത്രം. 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 കരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്തെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സംഭവിക്കും. സ്തോത്രം. ഒരു തലമുറ വിശുദ്ധിയോടെ ദൈവത്തെ സേവിക്കും കേട്ടോ. ഒരു തലമുറ കർത്താവിന് വേണ്ടി നിൽക്കും. സ്തോത്രം. അവർ ലോകത്തോട് മാലിന്യപ്പെട്ട് പോകത്തില്ല. അവർ വിശുദ്ധ സഭയായി തീരാ. അവർ പുരോഹിത വർഗമായി നിൽക്കുക. അവർ തേജസ്സിന്മേൽ തേജസ്സിൽ നയിക്കപ്പെടും. സ്തോത്രം. അവർ കർത്താവിന് മഹത്വത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമായി മാറും. സ്തോത്രം. അവർ ബലിയാമിനോട് കൂടെ കാണത്തില്ല.